24 മണിക്കൂറിനുള്ളിൽ ഒന്നും കഴിക്കാതെ ഇന്ത്യയിലെ കുട്ടികൾ കഴിയുന്നു എന്ന് പഠനം വെളിപ്പെടുത്തുന്നു. സീറോ ഫുഡ് കുട്ടികളുടെ എണ്ണം പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങളായ ഗിനിയ, ബെനിൻ, ലൈബീരിയ, മാലി എന്നിവിടങ്ങളിലെ നിരക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2019-2021 കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ദേശീയ കുടുംബാരോഗ്യ സർവേയിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ച ഒരു പഠനത്തെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയിലെ സീറോ ഫുഡ് കുട്ടികളുടെ എണ്ണം 19.3% പഠനം കണക്കാക്കുന്നു. ഗിനിയയുടെ 21.8%, മാലിയുടെ 20.5% എന്നിവയ്ക്കു ശേഷം മൂന്നാമത്തെ ഉയർന്ന രാജ്യമാണ് ഇന്ത്യ. ബംഗ്ലാദേശ് 5.6, പാകിസ്ഥാൻ 9.2, DR കോങ്കോ 7.4, നൈജീരിയ 8.8, എത്യോപ്യ 14.8% എന്നിവിടങ്ങളിലെ കണക്കുകൾ വളരെ കുറവാണ്. 2010-നും 2021-നും ഇടയിൽ 92 താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ വിവിധ സമയങ്ങളിലായി നടത്തിയ ആരോഗ്യ സർവേയിൽ കണ്ടെത്തിയതാണിത്. ഹാർവാർഡ് സർവകലാശാലയിലെ ജനസംഖ്യ ആരോഗ്യ ഗവേഷകനായ SV സുബ്രഹ്മണ്യനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ചേർന്ന് നടത്തിയ ഗവേഷണം ജമാ നെറ്റ്വർക്ക് പുറത്തുവിട്ടു. ന്യൂ ദക്ഷിണേഷ്യയിലാണ് ഏറ്റവും കൂടുതൽ സീറോ ഫുഡ് കുട്ടികൾ ഉള്ളതെന്ന് വെളിപ്പെടുത്തി. ഏകദേശം 8 ദശലക്ഷമാണ് ഇന്ത്യയിൽ മാത്രമെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പരിചരണത്തിൻ്റെ അഭാവം ഇന്ത്യയിലെ കുട്ടികളുടെ പോഷണം കഴിക്കാത്ത കുട്ടികളിലേക്ക് നയിക്കുന്നു. ഭക്ഷണത്തിൻ്റെ ദൗർബല്യം ഭക്ഷണത്തിൻ്റെ അഭാവമല്ല, മറിച്ച് പല അമ്മമാർക്കും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഉചിതമായ ഭക്ഷണ പരിചരണം നൽകാനുള്ള കഴിവില്ലായ്മയാണ് പ്രതിഫലിപ്പിക്കുന്നത്. 6 മാസത്തിനും 24 മാസത്തിനുമിടയിൽ പ്രായമുള്ള കുഞ്ഞുങ്ങളോ പിഞ്ചുകുട്ടികളോ ആണ് സീറോ ഫുഡ് കുട്ടികൾ. 24 മണിക്കൂറിനുള്ളിൽ പാലോ കട്ടിയുള്ള ഭക്ഷണമോ ലഭിക്കാത്തവരാണ്. 92 രാജ്യങ്ങളിലുടനീളം ഭക്ഷണം കഴിക്കാത്ത കുട്ടികളിൽ 99%-ലധികവും മുലപ്പാൽ നൽകിയിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഭക്ഷണം ലഭിക്കാതിരുന്ന 24 മണിക്കൂർ കാലയളവിൽ പോലും മിക്കവാറും എല്ലാ കുട്ടികൾക്കും കുറച്ച് കലോറി ലഭിക്കുമായിരുന്നു. എന്നാൽ 6 മാസമാകുമ്പോൾ കുട്ടികൾക്ക് ആവശ്യമായ പോഷകാഹാരം നൽകാൻ മുലയൂട്ടൽ മതിയാകില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മുലയൂട്ടലിനൊപ്പം അധിക ഭക്ഷണത്തിലൂടെ കുട്ടികൾക്ക് ആവശ്യമായ പ്രോട്ടീൻ, ഊർജം, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ ആവശ്യമാണ്. ഈ സംഖ്യകൾ എടുത്തു കാണിക്കുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് അനുയോജ്യമായ ഇടപെടലുകളുടെ അടിയന്തര ആവശ്യകത സുബ്രഹ്മണ്യനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു. സീറോ ഫുഡ് വ്യാപനത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ: മതിയായ ശിശു ഭക്ഷണരീതിക്കുള്ള തടസ്സങ്ങൾ, സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ, കുട്ടികളെ പോറ്റുന്ന സ്വഭാവത്തെ സ്വാധീനിച്ചേക്കാവുന്ന വഴികൾ എന്നിവ കണ്ടെത്തുന്നതിന് കൂടുതൽ ഗവേഷണം ആവശ്യമാണെന്ന് അവർ പറയുന്നു. അമ്മമാരുടെ സാഹചര്യങ്ങൾ കുട്ടികൾക്ക് ഭക്ഷണ പരിചരണം നൽകുന്നതിൽ നിന്ന് തടയുന്നതിനാൽ പല ശിശുക്കൾക്കും പിഞ്ചുകുഞ്ഞുങ്ങൾക്കും പൂരക ഭക്ഷണം ലഭിക്കാതെ വരുന്നതായി പഠനവുമായി ബന്ധമില്ലാത്ത പീഡിയാട്രീഷ്യനും പബ്ലിക് ഹെൽത്ത് സ്പെഷ്യലിസ്റ്റുമായ വന്ദന പ്രസാദ് ദിനപത്രത്തോട് പറഞ്ഞു. 6 മാസം പ്രായമുള്ള കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നത് എളുപ്പമല്ല. ഇതിന് സമയവും ഊർജവും ആവശ്യമാണ്. കൂടാതെ ഭക്ഷണമില്ലാത്ത കുട്ടികളെ കണ്ടെത്തിയേക്കാവുന്ന വീടുകളിലെ പല സ്ത്രീകൾക്കും മതിയായ പൂരക ഭക്ഷണത്തിനാവശ്യമായ പിന്തുണയില്ലെന്ന് പഠനം പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളിൽ, ഗ്രാമപ്രദേശങ്ങളിലായാലും നഗരചേരികളിലായാലും അമ്മമാർ പലപ്പോഴും കൂലി സമ്പാദിക്കുന്നതിനും വീട്ടുജോലികൾ ചെയ്യുന്നതിനുമുള്ള ഉത്തരവാദിത്തങ്ങൾ സന്തുലിതമാക്കുന്നു. ഇത് അവരുടെ മക്കൾക്ക് പൂരഭക്ഷണത്തിനായി നീക്കിവയ്ക്കാൻ വേണ്ടത്ര സമയമില്ല. മെറ്റേണിറ്റി അവകാശങ്ങളും ശിശു സംരക്ഷണ സേവനങ്ങളും ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കും. എന്നാൽ പല സ്ത്രീകൾക്കും അത്തരം സേവനങ്ങളിലേക്ക് പ്രവേശനമില്ല. ഒഡീഷയിലെ പഠനങ്ങളിലൂടെ എങ്ങനെയാണ് കാണിക്കുന്നത് ഒരു സർക്കാരിതര ഏജൻസിയായ പബ്ലിക് ഹെൽത്ത് റിസോഴ്സ് നെറ്റ്വർക്കിൻ്റെ സാങ്കേതിക ഉപദേഷ്ടാവ് കൂടിയായ പ്രസാദ് പറഞ്ഞു. ദുർബലരായ വീടുകളിൽ നിന്നുള്ള കുട്ടികളിൽ പോഷകാഹാരക്കുറവ് കുറയ്ക്കാൻ കർഷകർക്ക് കഴിയും. സാംസ്കാരിക പ്രശ്നങ്ങളും വിവരങ്ങളുടെ അഭാവവും ചില സന്ദർഭങ്ങളിൽ പരസ്പര പൂരകമായ ഭക്ഷണ രീതികളെ ബാധിച്ചേക്കാം.
മുമ്പത്തെ പഠനത്തിൽ നിന്നുള്ള കണ്ടെത്തലുകൾ 2019-2021 ആരോഗ്യ സർവേ ഡേറ്റയെ അടിസ്ഥാനമാക്കി കഴിഞ്ഞ വർഷം സുബ്രഹ്മണ്യനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും സീറോ ഫുഡ് കുട്ടികളുടെ വ്യാപനത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആദ്യ കണക്ക് തയ്യാറാക്കിയിരുന്നു. ഇന്ത്യയിലെ ഓരോ 10 ശിശുക്കളിലും പിഞ്ചു കുഞ്ഞുങ്ങളിലും ഏകദേശം 2 എണ്ണം ഒരു ദിവസം മുഴുവൻ ഭക്ഷണമൊന്നും ലഭിക്കാത്തതിൻ്റെ അപകട സാധ്യത നേരിടുന്നുണ്ടെന്ന് പഠനം വെളിപ്പെടുത്തി. സീറോ ഫുഡ് കുട്ടികളുടെ ശതമാനം 2016-ൽ 17.2% ആയിരുന്നത് 2021-ൽ 17.8% ഉയർന്നു. സാമ്പിളെടുത്ത കുട്ടികൾ 6 മാസത്തിനും 23 മാസത്തിനും ഇടയിൽ പ്രായമുള്ളവരാണ്. അവർ കുറഞ്ഞത് ഒരു ദിവസം മുഴുവൻ ഗണ്യമായ കലോറി ഉള്ളടക്കമുള്ള ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഡേറ്റയിൽ അസാധാരണവും അപ്രതീക്ഷിതവുമായ ചിലത് അടങ്ങിയിരിക്കുന്നു. 6 മാസത്തിനും 23 മാസത്തിനും ഇടയിലുള്ള കൊച്ചുകുട്ടികൾ 24 മണിക്കൂർ മുഴുവൻ ഭക്ഷണമില്ലാതെ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, സുബ്രഹ്മണ്യൻ വെളിപ്പെടുത്തി. സാമ്പിൾ എടുക്കുന്ന ഓരോ കുട്ടിയിലും ഈ ദാരിദ്ര്യം എത്രത്തോളം നീണ്ടു നിന്നുവെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത് ഡാറ്റയിലെ ഒരു പരിമിതിയാണ്. എന്നാൽ ഒരു കുട്ടിക്ക് ഒരു ദിവസം മുഴുവൻ ഭക്ഷണമെങ്കിലും ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, സുബ്രഹ്മണ്യൻ പറഞ്ഞു. 6 ലക്ഷത്തിലധികം വീടുകളിൽ സാമ്പിൾ ചെയ്തു. കൂടാതെ 6 മുതൽ 23 മാസം വരെയുള്ള കുട്ടികൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ എന്ത് ഭക്ഷണം കഴിച്ചുവെന്ന് അന്വേഷിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2016-ലെയും 2021-ലെയും സർവേകളിൽ കുട്ടി പലതരം ഖരമോ ദ്രാവകമോ ആയ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന 1-ലധികം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കുട്ടിക്കുള്ള എല്ലാ ഭക്ഷണ ചോദ്യങ്ങൾക്കും ഇല്ല എന്ന ഉത്തരം അർത്ഥമാക്കുന്നത് കുട്ടിക്ക് കഴിഞ്ഞ 24 മണിക്കൂർ ഭക്ഷണം ലഭിച്ചില്ല എന്ന റിപ്പോർട്ട്. 2021 ഇന്ത്യയിൽ 6 മുതൽ 23 മാസം വരെയുള്ള 5.9 ദശലക്ഷം സീറോ ഫുഡ് കുട്ടികൾ ഉണ്ടെന്നാണ് വിശകലനം കണക്കാക്കിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ സീറോ ഫുഡ് കുട്ടികളുള്ളത്, 27.4% കണക്കാക്കുന്നു.